കെ.ജെ. ഷൈൻ ടീച്ചർ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചരണം പൊളിഞ്ഞതോടെ മറുപടിയില്ലാതെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇതുപോലത്തെ കേസുണ്ടായാൽ എന്തിനാണ് തന്റെ നെഞ്ചത്ത് കയറുന്നതെന്ന വി.ഡി. സതീശൻ. ആരെന്ത് ചെയ്താലും തനിക്കെതിരെ എന്തിനു വരുന്നുവെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. അപവാദ പ്രചാരണം കോൺഗ്രസ് ഹാൻഡിലുകളിൽ ഉണ്ടാകുമെന്നും സതീശൻ പറഞ്ഞു. ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറുന്നതിന് ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിന് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇതെങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് CPM അന്വേഷിക്കട്ടെ. വ്യാപകമായി ചെയ്തു. ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യരുത് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ആളാണ്. കോൺഗ്രസ് ആയിട്ട് അനുഭാവികളോട് പോലും പറഞ്ഞ ആളാണ് അങ്ങനെ ചെയ്യരുത്. ഏത് യൂട്യൂബ് ചാനലിലാണ് ആദ്യം ഇത് വന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ കോൺഗ്രസ്സുകാരും കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കൊടുക്കുന്നുണ്ടാവും. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് നിലനിൽക്കുന്ന CPM കോൺഗ്രസ് സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും. അതിന് എൻ്റെ തലയിൽ വെക്കണ്ട. ആര് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം, എൻ്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം, ഇത് ഞാനെന്ത് ചെയ്തിട്ടാ? ഞാനാണ് കേസിലെ പ്രതി. ഞാൻ എന്ത് ചെയ്തിട്ടാ എന്ന് ചോദിക്കുന്ന വി.ഡി. സതീശനോട് ഒരു ബോംബ് പൊട്ടാനുണ്ട് എന്ന് പറഞ്ഞു വെച്ചത് വി.ഡി. സതീശൻ തന്നെയാണ്. ഒരു ബോംബ് പൊട്ടാനുണ്ട്, അടുത്ത ദിവസം ഒരു ബോംബ് പൊട്ടും, നിങ്ങൾ കരുതിയിരിക്കണമെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നോട് പറഞ്ഞു എന്നാണ് കെ.ജെ. ഷൈൻ ടീച്ചർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ ബോംബ് പൊട്ടുന്നതിനെ കുറിച്ച് തന്നെയായിരുന്നു പറഞ്ഞു വെച്ചതും. ഇത്തരത്തിലൊരു ബോംബായിരിക്കും പൊട്ടുമെന്ന് താൻ കരുതിയില്ല എന്ന് കെ.ജെ. ഷൈൻ ടീച്ചർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ.ജെ. ഷൈൻ ടീച്ചർ പറയുന്നത് ഇത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാകണം, അല്ലാതെ ഇങ്ങനെ സംഭവിക്കാൻ ഇടയില്ല എന്ന് അവർ ആശങ്കപ്പെടുന്നത്. അതാണ് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചത്. എന്താണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം എന്ന് നമ്മൾ അതിന്റെ ഒരു ഭാഗം മാത്രമേ കണ്ടുള്ളൂ. സുലേഖ ശശികുമാർ കൂടി ചേർന്നുണ്ട്. സുലേഖ, പറയൂ, വി.ഡി. സതീശൻ പറഞ്ഞ കാര്യങ്ങൾ. തന്നെ കഴിഞ്ഞ ദിവസം ചിത്രത്തിൽ ഷൈൻ ടീച്ചർ തന്നെ ഒരു ബോംബ് പൊട്ടാനുണ്ട് എന്നത് തന്നോടൊരു കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞു എന്ന് ഷൈൻ ടീച്ചർ തന്നെ വ്യക്തമാക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഇത്തരത്തിൽ നിന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് തലയൂരുന്ന ഒരു നിലയുണ്ടായത്. എന്തുണ്ടായാലും അത് തന്റെ നെഞ്ചത്തേക്ക് എന്തിനാണ് കയറുന്നത് എന്നതാണ് വി.ഡി. സതീശൻ ഈ ഒരു കാര്യം മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു കാര്യം ചോദിച്ചപ്പോൾ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇതുപോലത്തെ ഏത് കേസിലും തന്റെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തിനാണെന്നതാണ് ഇത്തരത്തിൽ വി.ഡി. സതീശൻ ചോദിച്ചത്. അപ്പൊ തന്നെ എങ്ങനെയാണ് ഇത് പുറത്തു വന്നത്, അത് CPM തന്നെ അന്വേഷിക്കട്ടെ എന്നതാണ് വി.ഡി. സതീശൻ ഒഴിഞ്ഞു മാറി ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഇത് CPM തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യം നടത്തിയത് എന്നുള്ളൊരു അത്തരത്തിലൊരു കാര്യത്തിലേക്കാണ് വി.ഡി. സതീശൻ കടന്നു വന്നത് എന്നുള്ളത് തന്നെയാണ് ഉണ്ടായത്. ഏത് യൂട്യൂബ് ചാനലാണ് ഇത് ആദ്യം വന്നത് എന്ന് നോക്കണം. ഇത്തരത്തിൽ കോൺഗ്രസ് ഹാൻഡിലുകളിലും ഇത്തരത്തിലുള്ള ഈ പോസ്റ്ററുകളും മറ്റ് വീഡിയോകളും ഒക്കെ തന്നെയും ഉണ്ടാകും. അതിന് താൻ ഉത്തരവാദിയല്ല എന്നതാണ് വി.ഡി. സതീശൻ പറഞ്ഞൊഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ നമുക്കറിയാം ഇത്തരത്തിൽ ബോംബ് വരും ദിവസങ്ങളിൽ അടുത്ത ദിവസം തന്നെ ഇത്തരത്തിലൊരു ബോംബ് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം തന്നോട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞു എന്നത് ഷൈൻ ടീച്ചർ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. ആ ഘട്ടത്തിൽ നിന്ന് ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് തന്റെ ഉത്തരവാദിത്വം, തനിക്കിതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് വി.ഡി. സതീശൻ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നൊരു നിലയാണ്, അത്തരത്തിലൊരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ കാണേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസ് ഹാൻഡിലുകളിൽ വലിയ തോതിൽ ഇത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം നടത്തിയിരുന്നു. ആ വ്യാജ പ്രചരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ അതിന്റെ ഉത്തരവാദിത്തം അത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് കൂടി ഉണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളിൽ നിന്നൊക്കെയും വിട്ടു നിൽക്കുന്ന തന്റെ ഉത്തരവാദിത്തമേ അല്ല എന്നുള്ള തരത്തിൽ മാറി നിൽക്കുന്ന ഒരു സമീപനമാണ് വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് വി.ഡി. സതീശൻ തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു ബോംബ് ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. ആ ബോംബാണോ ഈ ബോംബ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വി.ഡി. സതീശൻ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് വി.ഡി. സതീശന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കാര്യങ്ങളിൽ നിന്നൊന്നും, അതായത് കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരെ ഉയർന്ന വ്യാജ ആരോപണം, അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നിലപാട്, അത്തരത്തിലൊരു സാഹചര്യം തന്നെയാണ് വി.ഡി. സതീശന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. വിനീഷ.